മുന്നണി മര്യാദകളുടെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് NCPയിലും ജനതാദൾ സെക്യുലറിലും വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. NCP പിളർന്നിരിക്കുന്നു. NCPയുടെ MLA മാർ എന്നത് നിലവിൽ തോമസ് കെ തോമസും അതുപോലെ തന്നെ എലത്തൂർ MLA ആയിട്ടുള്ള AK ശശീന്ദ്രനുമാണ്. ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ നിലനിർത്തുന്നത് പിണറായി വിജയനാണ്. അത് MLA മാരുടെ കണക്ക് നോക്കിയല്ല, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവൻ എന്ന രീതിയിലാണ്. എന്നാൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു മന്ത്രി എന്നതാണ് AK ശശീന്ദ്രൻ എന്നുള്ളത് സ്വന്തം നാട്ടുകാർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഏലത്തൂരിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ജയിപ്പിച്ചത് നാട്ടുകാരുടെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുവെന്നും ഇത്രയും അതപ്പതിച്ച ഒരു മന്ത്രിയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നും നാട്ടുകാർ പറയുകയാണ്. കാരണം കാട്ടാന ശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മന്ത്രിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാനില്ല എന്നും മന്ത്രിയെ മഷിയിട്ട് നോക്കിയാൽ കണ്ടെത്താൻ പറ്റില്ല എന്നും സ്വന്തം പാർട്ടിക്കാരും നാട്ടുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം NCPയിൽ വിപുലമായിരുന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൂടെ അവിടെ പാലാ MLA ആയിരുന്ന മാണി സി കാപ്പനും ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ NCPക്ക് കുറച്ചുകൂടെ വിശാലതയുണ്ടായിരുന്നു. ഇപ്പോഴിതാ NCPയെ BJPയുടെ തൊഴുത്തിൽ കെട്ടിയിരിക്കുകയാണ്. അതിനകത്ത് AK ശശീന്ദ്രനും ആകട്ടെ തോമസ് കെ തോമസ് ആകട്ടെ അവരെല്ലാം ശരത് പവാറിന്റെ കൂടെയാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുമെങ്കിലും വാസ്തവത്തിൽ അവരുടെ പെരുമാറ്റവും നോട്ടവും എല്ലാം അജിത് പവാറിന്റെ കൂടെയാണ് എന്നുള്ള രീതിയാണ്. ഇരു നേതാക്കളുമായും ബന്ധം പുലർത്തുന്നവരാണ് അവർ എന്നുള്ളത് ശശീന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് ജനതാദൾ സെക്യുലർ. BJPയുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന പാർട്ടിയാണ് JDS. BJPയുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന മറ്റൊരു പാർട്ടിയാണ് NCP. ഇരു പാർട്ടികളെയും ഒപ്പം കൂട്ടി നിൽക്കുന്ന പാർട്ടിയാണ് CPIM. BJPയുടെ B ടീമിനെ ഇവിടെ സഹായിക്കാനും അവരെ വളർത്താനും CPIM എന്തുമാത്രം പാടുപെടുന്നു എന്നുള്ളത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം BJP സെലക്ട് ചെയ്തിട്ടുള്ള ചില A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. അവിടെ വോട്ട് മറിച്ച് BJPയെ ജയിപ്പിച്ചാൽ മറ്റ് പലയിടങ്ങളിലും BJP വലിയ തോതിൽ വോട്ട് മറിച്ച് CPIMനെ കരകയറ്റാം എന്നുള്ള ഒരു കരക്കമ്പി നാട്ടിൽ ഇതിനോടകം തന്നെ പാട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഏതൊക്കെ രീതിയിൽ ആരെയൊക്കെ ബാധിക്കും എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. വളരെ സ്ട്രോങ് കാൻഡിഡേറ്റ്സായി UDFിലുള്ളവർ മാത്രമായിരിക്കും ഈ നിശബ്ദ തരംഗത്തെ അതിജീവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം വലിയ തോതിൽ സൈബർ ബുള്ളിയിങ് നടത്തുന്നത്. ചെമ്പട ഇത് ചെമ്പട എന്ന് പറഞ്ഞ് ഷാഫിയെ വിരട്ടാൻ നോക്കിയ CPIM ഇപ്പോൾ ചെമ്പിൽ കുടുങ്ങിയിരിക്കുകയാണല്ലോ. ഏതായാലും നമുക്കറിയാം ബാബു മുരാരിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം, ദേവസ്വം ഉദ്യോഗസ്ഥരിൽ പലരെയും കയ്യോടെ പിടികൂടുന്ന ഒരു സാഹചര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം, അതെല്ലാം ചർച്ചയാവുകയാണ്. CPIMലെ വെള്ളാനകളെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. ദൈവത്തിനെ വരെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും നാറിയ ദുർഭരണം ഇതിനു മുമ്പെങ്ങാനും കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിനെ കണ്ടാൽ കൈകൂട്ടി തൊഴുവാൻ വലിയ രീതിയിൽ മടി കാണിക്കുന്ന VN വാസവനെ പോലുള്ള യഥാർത്ഥ കോമാളികൾ, അവരൊക്കെ എന്തിനാണ് ഈ പുണ്യപരിപാവന സ്ഥലത്ത് വരുന്നത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്.